ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഡാറ്റാബേസ് മൊഡ്യൂൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്നും ആ ഡാറ്റാബേസ് മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഒരു ഡാറ്റാബേസിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡാറ്റാബേസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് ക്രെഡൻഷ്യൽസ് എങ്ങനെയാണ് ആപ്ലിക്കേഷനിലോട്ട് ലോഡ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കറിയണം. സോ ഇതാണ് നമ്മുടെ നെസ്റ്റ്.js പ്രോജക്റ്റ് നമ്മൾ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജനറേറ്റ് ആവുന്ന ഒരു കോഡ് ബേസ് അല്ലെങ്കിൽ ഒരു ബോയിലർ പ്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ആപ്പ് മൊഡ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റൂട്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഒരു മൊഡ്യൂളിൻ്റെ അണ്ടറിലായിരിക്കും ബാക്കിയുള്ള ഫീച്ചർ മൊഡ്യൂളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡൈനാമിക് മൊഡ്യൂളും ഗ്ലോബൽ മൊഡ്യൂളും ഒക്കെ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെയാണ് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഒരു മൊഡ്യൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്കൊന്നില്ലെങ്കിൽ മാനുവലി ആ മൊഡ്യൂൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫയൽ പോലെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നെസ്റ്റ്.jsന്റെ CLI യൂസ് ചെയ്തിട്ട് നമുക്കത് ജനറേറ്റ് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് അത് ജനറേറ്റ് ചെയ്യുന്നതാണ്. കാരണം അത് കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് നമുക്കത് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റും. സോ നെസ്റ്റ്.jsന്റെ CLI കമാൻഡ്സ് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ടെർമിനലിൽ നമ്മൾ നെസ്റ്റ്.jsന്റെ CLI ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. സോ ഓൾറെഡി നമ്മുടെ ടെർമിനലിൽ നെസ്റ്റ്.jsന്റെ CLI ഇൻസ്റ്റാൾഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ടെർമിനലിൽ നെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ടെർമിനലിൽ ഇപ്പോൾ കറൻ്റ് നെസ്റ്റ്.jsന്റെ CLI ഇൻസ്റ്റാൾഡ് അല്ല, അതുകൊണ്ട് നമുക്ക് അവരുടെ കമാൻഡ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാക്കേജ് മാനേജർ npm, ഞാൻ npm ആണ് എൻ്റെ പാക്കേജ് മാനേജറായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ npm ആണെന്നുണ്ടെങ്കിൽ ഈ npmൻ്റെ കമാൻഡ് യൂസ് ചെയ്താൽ മതി. സോ npm install -g എന്ന് പറഞ്ഞാൽ നമ്മളിത് ഗ്ലോബലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് വേറെ ഒരു പ്രോജക്ട്സിലും നമുക്ക് നെസ്റ്റിൻ്റെ അല്ലെങ്കിൽ വേറെ ഒരു നെസ്റ്റ് പ്രോജക്ട്സിലും നമുക്ക് നെസ്റ്റിൻ്റെ CLI യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗ്ലോബൽ ടെർമിനലിലാണ് ഇത് ഇൻസ്റ്റാൾ ആവുന്നത്. ഒരു പ്രൊജക്ട് സ്പെസിഫിക് ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ package.jsonലല്ല ഈ ഒരു CLI ഇൻസ്റ്റാൾ ആവാൻ പോകുന്നത്. നമ്മുടെ ഗ്ലോബൽ സിസ്റ്റത്തിൻ്റെ നോഡ് മൊഡ്യൂൾസിലാണ് ഈ ഒരു CLI ഇൻസ്റ്റാൾ ആവാൻ പോകുന്നത്. സോ അതിനാണ് -g എന്ന് പറഞ്ഞിട്ടുള്ള ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത്. പിന്നെ പാക്കേജിൻ്റെ നെയിം. സോ നെസ്റ്റ്.jsന്റെ CLIയുടെ പാക്കേജിൻ്റെ നെയിം @nestjs/CLI എന്നാണ്. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ CLI ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ആ ഒരു നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കമാൻഡ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയി. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമാൻഡ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ യൂസ് കേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു മൊഡ്യൂളാണ്. സോ ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യേണ്ടതിനുള്ള കമാൻഡ് നമുക്കിവിടെ കാണാം. ഇതാണ് ഒരു ജനറേറ്റ് മൊഡ്യൂൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്. സോ ഇത് നെസ്റ്റ്.jsന്റെ CLI യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെസ്റ്റിൻ്റെ ആ ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് അടിക്കണം. സോ നെസ്റ്റ് സ്പേസ് ജി അല്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് G എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ജനറേറ്റ് മൊഡ്യൂൾ സ്പേസ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്. നമ്മൾ ഇവിടെ ഡാറ്റാബേസ് മൊഡ്യൂളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഡാറ്റാബേസ് എന്ന് നമുക്ക് കൊടുക്കാം. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ സോഴ്സ് ഫോൾഡറിൽ ഒരു പുതിയ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ക്രിയേറ്റ് ആയി. അതിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂളും ജനറേറ്റ് ആയി. ഓക്കെ, നമ്മളിപ്പോൾ ഡാറ്റാബേസ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് നമുക്ക് ഈ ഒരു CLI കമാൻഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡാറ്റാബേസ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂൾസിലോട്ട് പോകാം. സോ ഡാറ്റാബേസ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു SQL ഡാറ്റാബേസ് ആണ്, അതായത് പോസ്റ്റ്ഗ്രസ് SQL ഡാറ്റാബേസ് ആണ്. സോ ഒരു SQL ഡാറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്വറി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമുക്ക് രണ്ട് രീതിയിൽ ക്വറി ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് റോ ക്വറീസ് യൂസ് ചെയ്തിട്ട് SQL ഡാറ്റാബേസ് നമുക്ക് ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ അതിലും സിംപ്ലറായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചെറിയ ആപ്ലിക്കേഷന് നമുക്ക് അതിലും സിംപ്ലറായിട്ട് ORMs, അതായത് ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമുക്ക് ORMs യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വറി ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി ഈസിയറാണ്. സോ ORMs കോൺഫിഗർ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് DB കണക്ഷൻസും അതായത് DB കണക്ഷൻ പൂളിങ്ങും എല്ലാവരും ORM ഹാൻഡിൽ ചെയ്തോളും, അല്ലെങ്കിൽ ORMൻ്റെ കോൺഫിഗറേഷൻസിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക്
നമ്മുടെ ടേബിൾ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാവരും ഓരോ എൻറ്റിറ്റീസ് ആയിട്ട് സ്കീമ പോലെ ഡിഫൈൻ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ കോഡ് ബേസിൽ കീപ്പ് ചെയ്യാനും പറ്റും. അതാണ് ORMസിൻ്റെ അഡ്വാൻറ്റേജ്. നെസ്റ്റ്.js ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ORM ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് നെസ്റ്റ്.jsൽ ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടൈപ്പ് ORM ഉണ്ട്, സീക്വലൈസിൻ്റെ ORM ഉണ്ട്, അതുപോലെ പ്രിസ്മയുണ്ട്, അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് ORMs ഉണ്ട്. സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സീക്വലൈസിൻ്റെ ORM ആണ്. കാരണം എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സീക്വലൈസ് ORM ആണ്. അതേപോലെ ടൈപ്പ് ORM നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ടൈപ്പ് ORMൻ്റെ യൂസ് ചെയ്യാം. സോ എല്ലാം ബേസിക്കലി ആ ഒരു കോൺഫിഗറേഷനും അതിൻ്റെ സിൻറ്റാക്സ് ഡിഫറൻസും മാത്രമേ ഉള്ളൂ. സോ നമുക്ക് സീക്വലൈസ് ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ സീക്വലൈസ് നെസ്റ്റ്.js ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെസ്റ്റ്.jsൻ്റെ സീക്വലൈസ് ലൈബ്രറീസ് ഉണ്ട്. സോ അത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇവിടെ ഓൾറെഡി അതിൻ്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. സോ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യും. സോ നമ്മുടെ ഇതിൽ npmന് പകരം pnpm ആണ് പാക്കേജ് മാനേജറായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് MySQL അല്ല, പോസ്റ്റ്ഗ്രസ് ആണ്. സോ ഇവിടെ ആ ഒരു ലൈബ്രറി PG എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം സെയിം. സോ അത് ഇൻസ്റ്റാൾഡ് ആയി. ഇനി നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ വേറെ ഒരു ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് കൂടിയുണ്ട്. അതായത് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു സീക്വലൈസിൻ്റെ ടൈപ്സിൻ്റെ ഒരു ഡെവ് ഡിപ്പെൻഡൻസി കൂടി ആഡ് ചെയ്യണം. സോ നമുക്ക് package.jsനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വലൈസിൻ്റെ ഒരു ഡെവ് ഡിപ്പെൻഡൻസി ആഡ് ചെയ്തു. ബാക്കി നമ്മുടെ ഡിപ്പെൻഡൻസിയിലും ആഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് പാക്കേജ്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം CLI ഓട്ടോമാറ്റിക്കലി ഒരു ഡെവ് ഡിപ്പെൻഡൻസി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ടെർമിനലിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റൺ ടൈമിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ഡാറ്റാബേസ് മോഡ്യൂളിന് വേണ്ടിയിട്ടുള്ള ORMും നമ്മൾ ചൂസ് ചെയ്തിട്ട് അത് ആ ഒരു ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം ഇവർ സീക്വലൈസ് മോഡ്യൂൾ ഡയറക്റ്റ്ലി നമ്മുടെ ആപ്പ് മോഡ്യൂളിൽ യൂസ് ചെയ്തേക്കുവാണ്. പക്ഷെ നമ്മുടെ ഡാറ്റാബേസിനെ ഒരു മോഡ്യൂളായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു ഡാറ്റാബേസ് മൊഡ്യൂളിലാണ് നമ്മൾ ഈ ഒരു സീക്വലൈസ് ഇനീഷ്യലൈസേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. സോ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതൊരു ഡൈനാമിക് മൊഡ്യൂളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മൾ നമ്മുടെ റൂട്ട് മൊഡ്യൂളിൽ കോൺഫിഗറേഷൻ മൊഡ്യൂളിൽ ഇനീഷ്യലൈസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ആണ് നമ്മുടെ കോൺഫിഗറേഷനിലുള്ളതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ടൈപ്പ് കംപ്ലീഷന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക. ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോമൺ ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം എല്ലാ കോമൺ ഫങ്ഷണാലിറ്റീസ് അല്ലെങ്കിൽ കോമൺ ഇനംസ് ഇൻ്റർഫേസസ് ടൈപ്സ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോമൺ ഫോൾഡർ സോഴ്സ് ഫോൾഡറിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഇൻ്റർഫേസസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എൻവയോൺമെൻറ്റ് വേരിയബിൾ ഡോട്ട് ഇൻ്റർഫേസ് ഡോട്ട് യെസ്. ഇതിൽ നമ്മളൊരു ഇൻ്റർഫേസ് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ഇൻ്റർഫേസ് എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർഫേസ് എക്സ്പോർട്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ഈ ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. സോ നമ്മുടെ കേസിൽ ഡാറ്റാബേസ് ഹോസ്റ്റ് വേണം. സോ അതിൻ്റെ ഇത് സ്ട്രിങ് ആയിരിക്കും. നെക്സ്റ്റ് വേണ്ടത് ഡാറ്റാബേസ് പോർട്ടാണ്. സോ അതൊരു നമ്പറാണ്. പക്ഷെ നമ്മുടെ env വേരിയബിളിലെല്ലാം സ്ട്രിങ് ആയതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് പാഴ്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. സോ കറൻ്റ്ലി അത് സ്ട്രിങ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ഡാറ്റാബേസ് നെയിം അതും സ്ട്രിങ് ആണ്. നെക്സ്റ്റ് ഡാറ്റാബേസ് യൂസർ അതും സ്ട്രിങ് ആണ്. നെക്സ്റ്റ് ഡാറ്റാബേസ് പാസ്വേഡ് അതും സ്ട്രിങ് ആയിരിക്കും.
ഓക്കെ, സോ ഈ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതൊരു കോമൺ ഇൻഡെക്സ് ഡോട്ട് ടി എസ് സിന്ന് എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് സ്റ്റാർ ഫ്രം വേരിയബിൾസ്. ഓക്കെ, നമ്മളിനി എവിടെയാണോ നമുക്കിത് യൂസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഈ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ടൈപ്പ് കംപ്ലീഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ env വേരിയബിൾ കോൺഫിഗർ ചെയ്യണം. സോ നമ്മുടെ റൂട്ട് ഫോൾഡറിൽ ഒരു .env എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഇതൊരു ഡാറ്റാബേസിൻ്റെ സെക്ഷനാണ്. ഡാറ്റാബേസ് കോൺഫിഗറേഷൻ, ഡാറ്റാബേസ് കോൺഫിഗ്. എന്നിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റ് വേരിയബിൾസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസ് ഇവിടെ ആഡ് ചെയ്യുക. ഡാറ്റാബേസ് ഹോസ്റ്റ്, ഡാറ്റാബേസ് പോർട്ട്, ഡാറ്റാബേസ് യൂസർ, and database password. ഓക്കെ, ഡാറ്റാബേസ് ഹോസ്റ്റ് നമ്മുടെ കേസിൽ ഞാൻ ലോക്കൽ ഹോസ്റ്റിലുള്ള ഒരു പോസ്റ്റ്ഗ്രസ് DB ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ലോക്കൽ ഹോസ്റ്റ്, എൻ്റെ ലോക്കൽ ഹോസ്റ്റ് റൺ ചെയ്യുന്ന ഡാറ്റാബേസിൻ്റെ പോർട്ട് 5436 ആണ്. യൂഷ്വലി പോസ്റ്റ്ഗ്രസിൻ്റെ ഡാറ്റാബേസിൻ്റെ പോർട്ട് 5432 ആണ്. സോ നിങ്ങളുടെ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. അതേപോലെ എൻ്റെ ഡാറ്റാബേസിൻ്റെ പേര് ഇ-കൊമേഴ്സ് ബാക്ക്എൻഡ് DB. അതുപോലെ യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് ആണ്. പാസ്വേഡ് നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, സോ ഇത്രയാണ് envയിൽ ആഡ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് മൊഡ്യൂളിൽ ഇതെങ്ങനെ env യൂസ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണ് ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റാബേസ് മൊഡ്യൂൾ സെറ്റപ്പ് ചെയ്യാം. സോ ഡാറ്റാബേസ് മൊഡ്യൂൾ സെറ്റപ്പ് ചെയ്യുന്നതിന് ഫസ്റ്റ് നമുക്കൊരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാറ്റിക് ഫോർ റൂട്ട് അസിങ്. ഈ ഫോർ റൂട്ട് അസിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കൺവെൻഷനാണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺഫിഗ് മൊഡ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊരു ഫോർ റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. സോ ഇതൊരു സ്റ്റാറ്റിക് ഒരു മൊഡ്യൂൾ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കൺവെൻഷനാണ്, സ്റ്റാൻഡേർഡ് നെയിമിംഗ് കൺവെൻഷനാണ്. ഈ ഫോർ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് സിങ്ക്രണസ് ആയിരിക്കും. ഫോർ റൂട്ട് അസിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസിങ്ക്രണസ് ആയിരിക്കും. സോ അതിൻ്റെ ഇനീഷ്യലൈസേഷൻ സിങ്ക്രണസും അസിങ്ക്രണസും വഴി നമുക്ക് ചെയ്യാം. സോ നമ്മൾ ഡാറ്റാബേസ് അസിങ്ക്രണസ് ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ഡൈനാമിക് മൊഡ്യൂളാണ്. സോ ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഒരു ഡൈനാമിക് മൊഡ്യൂളായിരിക്കും ഈ ഫംഗ്ഷൻ്റെ. അപ്പോൾ അതിൻ്റെ റിട്ടേൺസിൽ ഡൈനാമിക് മൊഡ്യൂൾ ആയതുകൊണ്ട് അതിൻ്റെ റിട്ടേൺസിൽ അത് ഏത് മൊഡ്യൂളാണെന്ന് പറയണം. സോ ഇതൊരു ഡാറ്റാബേസ് മൊഡ്യൂളാണ് പ്ലസ് അതിൻ്റെ ഇമ്പോർട്ട്സ്. സോ ഇവിടെയാണ് നമ്മൾ നമ്മുടെ സീക്വലൈസ് മൊഡ്യൂളിന് ഇമ്പോർട്ട് ചെയ്യുന്നത്. സീക്വലൈസ് മൊഡ്യൂൾ. സോ ഇനി സീക്വലൈസ് മൊഡ്യൂളിൽ ഒരു ഫോർ റൂട്ട് അസിങ്ക് ഇനീഷ്യലൈസേഷൻ ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ അകത്ത് ഫോർ റൂട്ട് അസിങ്ക് ചൂസ് ചെയ്തു. അതിൽ നമുക്ക് യൂസ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. യൂസ് ഫാക്ടറി ഒരു അസിങ്ക്രണസ് മെത്തേഡാണ്. സോ അതിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോമിസ് ആയിരിക്കും. പ്രോമിസ് സീക്വലൈസ് മൊഡ്യൂൾ ഓപ്ഷൻസ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഹോസ്റ്റ് ക്രെഡൻഷ്യൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചൂസ് ചെയ്യേണ്ട ഡയലക്റ്റ് ആണ്, ഏത് DB ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. സോ സീക്വലൈസ് ORM യൂസ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ്ഗ്രസ് ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഹോസ്റ്റ്. സോ ഇവിടെയാണ് നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ആഡ് ചെയ്ത വേരിയബിൾസ് ആക്സസ് ചെയ്യേണ്ടത്. സോ അതിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫിഗ് മൊഡ്യൂൾ യൂസ് ചെയ്തേക്കുന്നത്. സോ കോൺഫിഗ് മൊഡ്യൂൾ ഒരു ഗ്ലോബൽ മൊഡ്യൂൾ ആയത് കാരണം നമുക്ക് എല്ലായിടത്തും അതിന് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും. സോ ഒരു ഡൈനാമിക് മൊഡ്യൂളിൽ നമ്മൾ എങ്ങനെയാണ് കോൺഫിഗ് സർവീസ് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഫോർ റൂട്ട് അസിങ്ങിൻ്റെ ഉള്ളിൽ യൂസ് ഫാക്ടറി പോലെ ഇവിടെ ഒരു ഇഞ്ചക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു
പാരാമീറ്റർ ഉണ്ട്. ആ ഇൻജെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററിലോട്ട് നമ്മുടെ കോൺഫിഗ് സർവീസ്, അത് കോൺഫിഗ് ലൈബ്രറി എന്നാണ് വരുന്നത്, നെസ്റ്റേഴ്സിൻ്റെ കോൺഫിഗ് സർവീസ് ഇൻജെക്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഡിപ്പെൻഡൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കോൺഫിഗ് സർവീസ് ഓക്കെ. അപ്പോൾ നമുക്കിവിടെ കോൺഫിഗ് സർവീസ് ഡോട്ട് ഗെറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ടൈപ്പ് കംപ്ലീഷൻ വരുന്നില്ല. നമ്മൾ നേരത്തെ എൻവയോൺമെൻറ്റ് വേരിയബിൾസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ടൈപ്പ് കംപ്ലീഷൻ ഇവിടെ കിട്ടുന്നില്ല. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കോൺഫിഗ് സർവീസിന് ആ ഒരു ടൈപ്പ് കൊടുക്കും, എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ടൈപ്പ്. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയബിൾസും ഇവിടെ കാണാൻ പറ്റും അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള. സോ ഡാറ്റാബേസ് ഹോസ്റ്റ്, അടുത്തത് പോർട്ട്, കോൺഫിഗ് സർവീസ് ഡോട്ട് ഗെറ്റ് ഡാറ്റാബേസ് പോർട്ട്. ബട്ട് പോർട്ട് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ അതൊരു സ്ട്രിങ് ആണ്. പക്ഷേ ഇവിടെ പോർട്ട് ഒരു നമ്പറാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്നത് ഒരു സ്ട്രിങ് ആയിരിക്കും. പക്ഷേ ഇവിടെ ആ ഒരു പോർട്ട് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അതിനെ പാഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലസ് ഒരു വേരിയബിളിന് മുമ്പിൽ നമ്മൾ പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാഴ്സ് നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്പറായിട്ട് പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഡാറ്റാബേസിൻ്റെ പേരാണ്. സോ കോൺഫിഗ് സർവീസ് ഡോട്ട് ഹെഡ് database name, അടുത്തത് ഡാറ്റാബേസിൻ്റെ യൂസർ ഏതാണെന്നാണ്, യൂസർ നെയിം. സോ കോൺഫിഗ് സർവീസ് ഡോട്ട് ഗെറ്റ് സ്ട്രിങ് യൂസർ, അടുത്തത് പാസ്വേഡ്, കോൺഫിഗ് സർവീസ് ഡോട്ട് ഗെറ്റ് പാസ്വേഡ്. സോ കോൺഫിഗറേഷൻ എല്ലാം ആഡ് ചെയ്തു. കുറച്ച് അഡീഷണൽ കോൺഫിഗറേഷൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SQLiceൻ്റെ കേസിൽ ഓട്ടോ ലോഡ് മോഡൽസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസും മോഡൽസും എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ റൂട്ടിൽ ആഡ് ചെയ്യണമെന്നുള്ളത് ഒരു ബൂളിയമാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ എൻറ്റിറ്റീസും ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും അത് ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ലോഗ്, നമ്മുടെ ഇത് ലോഗ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതാണ്. സോ ഇതൊരു ബൂളിയൻ അല്ലെങ്കിൽ ഒരു ഫങ്ഷനാണ്. നമുക്ക് ജസ്റ്റ് ട്രൂ കൊടുക്കാം. നമുക്ക് SQL ലോഗ്സ് നമ്മുടെ ടെർമിനലിൽ കാണണമെന്ന് പറഞ്ഞിട്ടുള്ള. സോ ഇത്രയാണ് നമ്മൾ ഡാറ്റാബേസ് കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇനീഷ്യലൈസ് ചെയ്യണം. നമ്മുടെ റൂട്ട് മൊഡ്യൂൾ ഇനീഷ്യലൈസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഡാറ്റാബേസ് സ്റ്റാർട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ആവത്തില്ല, അല്ലെങ്കിൽ കണക്റ്റ് ആവത്തില്ല. സോ അത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫിഗ് മൊഡ്യൂൾ ചെയ്ത പോലെ തന്നെ ഡാറ്റാബേസ് മൊഡ്യൂൾ ഡോട്ട് ഫോർ റൂട്ട് അസിങ്ക് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് മൊഡ്യൂളിൽ അത് ഇനീഷ്യലൈസ് ആയി. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കേജ് ഡോട്ട് ജെയ്സണിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റ് കാണാൻ പറ്റും ഡാറ്റാബേസ് അല്ല, നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർട്ട് കോളൻ ഡവ് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് pnpm run സ്റ്റാർട്ട് കോളൻ ഡവ് കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഡാറ്റാബേസ് കണക്റ്റഡ് ആയിട്ടുള്ള SQLice കോർ ഡിപ്പെൻഡൻസി മൊഡ്യൂൾസ് ഇനീഷ്യലൈസ്ഡ്. നമ്മുടെ ഡാറ്റാബേസ് കണക്റ്റായി. ഇനി നമ്മുടെ ക്രെഡൻഷ്യൽസ് തെറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ അടിക്കുക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ പാസ്വേഡ് ജസ്റ്റ് വേറൊരു പാസ്വേഡ് കൊടുക്കും. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇത് റീട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് അപ്പോഴും ഡാറ്റാബേസിൻ്റെ ക്രെഡൻഷ്യൽസ് തെറ്റായത് കാരണം നമുക്ക് ഇത്ര റീട്രൈ കഴിയുമ്പോൾ ഇത് എറർ അടിക്കും, ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ നമ്മൾ സക്സസ്ഫുള്ളി ഡാറ്റാബേസിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.